കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഒരു ഗർഭിണിയെ SHO മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണുന്നതിനിടയായി. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോലീസിനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതിനുപരി ഈ ബന്ധപ്പെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനെ, പ്രതാപചന്ദ്രൻ എന്ന പേരുണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥനെ സർക്കാർ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ ആദ്യം മുതൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രകോപനപരമായിട്ടുള്ള സമീപനം ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സ്ത്രീ 2 കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി വരുന്നതും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും പിന്നീട് ഈ SHOയുടെ നെഞ്ചിൽ 2 കൈയും പിടിച്ചുകൊണ്ട് തള്ളി മാറ്റുന്നതും ബലമായിട്ട് തള്ളി മാറ്റുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്തോ ഒരാൾ അതിക്രമിച്ച് കയറി വന്ന അത്തരത്തിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണം എന്ന രീതിയിൽ ഞാനത് കാണുന്നുള്ളൂ. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, ആ സ്റ്റേഷനിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി ആക്രോശിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു പ്രതികരണം അങ്ങനെ മാത്രം നമുക്ക് അതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കരുതിക്കൂട്ടി അവരെ മർദ്ദിക്കണമെന്നോ അല്ലെങ്കിൽ ആക്രമിക്കണമെന്നോ ഒരു ഉദ്ദേശത്തിൽ ചെയ്തിട്ടുള്ള കാര്യമല്ല അത്. അദ്ദേഹം അനുനയിപ്പിച്ച് വിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവർ തിരിഞ്ഞിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നെഞ്ചിൽ പിടിച്ച് ഇങ്ങനെ തള്ളി 2 കൈ കൊണ്ട് തള്ളുന്നതാണ് കാണുന്നത് നമ്മൾ. അപ്പോഴാണ് അദ്ദേഹം ഒരു അടി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർ വന്ന് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുന്നുമുണ്ട്, ഇവരെ ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പം നിലവിലുണ്ടാകുന്ന ഈ വിമർശനങ്ങളും അതുപോലെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനെടുത്തേക്കുന്ന നടപടികളൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയായിട്ട് എനിക്കത് കാണാൻ പറ്റുന്നുള്ളൂ. ആരും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്, ഞാനൊക്കെ ധാരാളം പല കാര്യങ്ങൾക്ക് പോകാറുണ്ട്, ഞാനോട് ബന്ധപ്പെടുന്ന ആളുകൾ പോകാറുണ്ട്, നിങ്ങളിൽ പല ആളുകളും പോകാറുണ്ട്. പൊതുവേ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അത്ര മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കും ഉണ്ടായിട്ടില്ല, ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ പോയി കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായ രീതിക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സൈഡിൽ നിന്നുണ്ടാകുന്നത്. പിന്നെ